എടി ഇങ്ങോട്ട് വന്നേ. എന്തു പറ്റി? നിങ്ങൾ ഈ ന്യൂസ് കണ്ടോ? ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാതനായ യുവാവിന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. ഇതാ നമ്മൾ പോകുന്ന മാർക്കറ്റിനടുത്തല്ലേ? അതെ. അപ്പോ നമ്മൾ പെടും. നക്ഷത്രങ്ങൾ വിണ്ണിൽ ചിന്നുന്നു കുഞ്ഞുങ്ങൾ പോലെ ചെല്ലത്തുമ്പിൽ പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു ചോലക്കാറ്റിൻ സംഗീതം പോലെ ഇതെന്തോ ഇത്? ഇതൊന്ന് ചെയ്ത് നോക്കുന്ന കുട്ടി. ഞാനെങ്ങും ഇല്ല ഇങ്ങനെ വളഞ്ഞു കൂട്ടി നിൽക്കാൻ. എന്നെ അതിന് കിട്ടത്തുമില്ല. എനിക്ക് ആരുടെ മുന്നിലും ദേ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ ആഗ്രഹം. ഇവളോടൊക്കെ നിനക്കിത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ ഒരു എക്സ്ക്യൂസ് പറയാൻ? എന്റെ കീർത്തനെ, നീ എന്നും ഈ കസർത്ത് കാണിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ജോലി കഴിഞ്ഞ് കഴിപ്പോർക്കോ മാത്രമുള്ള നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവും എൻ്റെ കുട്ടി. ഏയ് ഇല്ലല്ലോ യോഗ ടീച്ചറെ, വേറെ പണിയില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗുഡ് മോർണിംഗ് സാറാസ്. കുട്ടി എഴുന്നേറ്റായിരുന്നോ? എഴുന്നേറ്റു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഐ ആം ടയേർഡ്. ഇന്നലത്തെ ക്ഷീണം. പക്ഷെ എന്നെ ചെയ്യാനാ, ഇന്നൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതാ കുടിക്കേ. താങ്ക്സ് സാറാസ്. ഇന്നെന്താടാ ജോലിക്ക് പോകണ്ടേ? ഇല്ലടാ, നല്ല സുഖം തോന്നുന്നില്ല. നല്ല തലവേദനയുണ്ട്. നിനക്ക് എന്താ പറ്റിയേ? അവനുമായിട്ട് വീണ്ടും തല്ലായോ? കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലേ? ബ്രേക്കപ്പ് ആവ്. ഏയ് അങ്ങനൊന്നുമില്ലടാ. മോളെ, നിന്റെ ദേഷ്യം അല്പം കൂടുതലാ. നീ അതൊന്ന് കുറയ്ക്ക്. അതാ എല്ലാത്തിനും കാരണം. വന്ദനെ, തലവേദന കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ലടാ, ഒന്ന് ഉറങ്ങിയാൽ റെഡിയാകും. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയില്ലേ നമ്മൾ ഉറങ്ങിയപ്പോൾ, അതാ. എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി റെഡി ആവട്ടെ. ഞങ്ങളെന്നാ പോയിട്ട് വരാട്ടോ. ശരി.
ഹലോ വന്ദന, ഞാൻ അവളെ കണ്ടിട്ട്. നീ എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിക്കരുത്. വേറെ എന്ത് ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്നോട് കള്ളം പറഞ്ഞത് മാത്രം ഞാൻ ക്ഷമിക്കില്ല. എടി വന്ദന, നീ നിന്നെ ദേഷ്യം നിർത്തിക്കോ. എനിക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും പണി കിട്ടും ഉറപ്പാ. അപ്പൊ നീ പഠിച്ചോളും. ഇല്ല, ഇതെന്റെ റിയൽ ക്യാരക്ടറാ. ഇത് ആർക്കു വേണ്ടി ഞാൻ മാറ്റില്ല. അതാ നീ പോയി അനുഭവിക്കും. വെച്ചിട്ട് പോളി. മാഡം, എന്താ എന്തെങ്കിലും ഒരു ടിപ്പ് തരാമോ? ടിപ്പോ? ഇത്രയും ദൂരം വെയിലത്ത് വന്നതല്ലേ, കമ്പനി അറിയാതെ ആൾക്കാർ തരാറുണ്ട്. ഓർഡർ ചെയ്തപ്പോ പറഞ്ഞ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ടിപ്പ്? മാഡം, ഇഷ്ടമുള്ള എന്തേലും തന്നാ മതി. ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ. അതിനെന്താ? ഓർഡർ ചെയ്തപ്പോ പറഞ്ഞ പൈസയും ടാക്സും അടച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആപ്ലിക്കന്റ് പറഞ്ഞല്ലോ ഡെലിവറി ഫ്രീ ആണ്, പിന്നെ ഞാൻ എന്തിനാ ടിപ്പ് തരണം? വേണ്ട, നിങ്ങൾ ഒന്നും തരണ്ട. മനസാക്ഷിയില്ലാത്ത സാധനം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എനിക്കൊന്നും വേണ്ട തന്നെ ഫുഡ് കൊണ്ടുപോ. വന്ദന, വന്ദനെ, എന്താടാ നീ എന്തിനാ കരയുന്നേ? ഇനി എന്താ നീ കാര്യം പറ. നീ എന്തിനാ കരയുന്നേ? തലവേദന കൂടുതലാണോ? വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോ. നിനക്ക് വയ്യാത്തോണ്ട് ഞാൻ ഹാഫ് ഡേ എടുത്താ വന്നേക്കുന്നേ. മാഡം, എന്താ? എന്തെങ്കിലും ഒരു ടിപ്പ് തരാമോ? ഓർഡർ ചെയ്തപ്പോ പറഞ്ഞ പൈസയും ടാക്സും അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ടിപ്പ് തരണം? വേണ്ട, നിങ്ങൾ ഒന്നും തരണ്ട. മനസാക്ഷിയില്ലാത്ത സാധനം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എനിക്കൊന്നും വേണ്ട തന്നെ ഫുഡ് കൊണ്ടുപോ. ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. ഡെഡ്ബോഡി കിടക്കുന്ന കണ്ടില്ലേ? ആരെങ്കിലും വന്ന് കണ്ട നീ വാ. മോളെ നീ വാ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം.
മോളെ വരാനുള്ളത് വന്നു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. എന്താണേലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് പേടിയാവുന്നടാ. ഒരാളെ ഞാൻ കൊന്നു. എന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം. ടിപ്പ് കൊടുത്ത അയാളെങ്കിൽ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബോഡി നമ്മളെങ്ങനെ പുറത്തെത്തിക്കും? ഇനി അത് മാത്രം ചിന്തിച്ചാൽ മതി. മോളെ ആദ്യം നമുക്ക് ഇയാളെ അകത്തേക്ക് മാറ്റാം, എന്നിട്ട് നമുക്ക് ആരാന്ന്. വായോ. എന്താണ് വാദിക്കാന്ന് മറിക്കേ എന്റെ സമയം കളയാതെ. അയ്യോ ചേച്ചി, ഇന്നിവിടെ ജോലിയൊന്നുമില്ല. ചേച്ചി പൊക്കോ. നിങ്ങളെ എനിക്കറിയില്ലേ എല്ലാം അടിച്ചുകളാണെന്ന്. മാറു പിള്ളേരെ, ഇത് കഴിഞ്ഞിട്ട് ചാൻസലർ പാർട്ടി പോകാനുള്ളത്. ഇപ്പോൾ മറിക്ക് കഴിക്കുന്ന പാത്രങ്ങളൊന്ന് കഴുകി വെച്ചൂടെ? എല്ലാ ജോലിയും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ വീട് കിടക്കുന്ന കണ്ടില്ലേ? എന്നെ ഓടിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. എന്തോ ഉണ്ടല്ലോ. ചേച്ചി എന്താ ഒറ്റയ്ക്ക് എന്ന് പറയുന്നേ? ഒന്നുമില്ലേ ചേച്ചിയുടെ പറച്ചിൽ തന്നെ എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താ ഇന്നിവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ദൈവമേ. ഏയ്, ഇവിടെ ആരും വരാം. ഇവിടെ ആരും വന്നിട്ടില്ല. ചേച്ചി ജോലി ചേച്ചി വന്നില്ല. വാതിലോർക്ക്. എന്തോ ചുറ്റിക്കളി ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. ഈ ഡെഡ് ബോഡി. നീ പേടിക്കാതെ, രാത്രി ആവട്ടെ, നമുക്ക് എന്തേലും ഒരു പരിഹാരം കാണാം. പിള്ളേരെ അതൊന്നും പറഞ്ഞ എനിക്ക് എന്റെ ജോലി ചെയ്യണം. സാരമില്ല, ബാക്കിയൊക്കെ ചെയ്തിട്ട് ചേച്ചി പൊക്കോ. ഞങ്ങൾ ഇവിടെ കിടക്കുക. അത് കൊള്ളാലോ. തുടയ്ക്കാനുള്ള മോപ്പ് അവിടെ ഇരിക്കുന്നേ. അതെടുക്കാതെ ഞാനെങ്ങനെയാ ജോലി ചെയ്യുന്നേ? ഇവരിപ്പോ റൂമിൽ കയറി ഇവനെ കാണും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ആ, ഒരു കാര്യം ചെയ്യാം. ഇവന് ബാത്റൂമിലേക്കേക്കാം. ഇപ്പൊന്നും ഇല്ലല്ലോ. അകത്തിരുന്ന് എന്ത് കാണിക്കും? പിള്ളേരെ ആ, വരുന്ന ചേച്ചി. കൊറേ നേരം ആയല്ലോ രണ്ടും. ചേച്ചി പേടിച്ചു പോയല്ലോ ഒച്ചേ. ചേച്ചി ഇത് എവിടോട്ടാ? ഇത് എന്ത് ചോദ്യം ഒച്ചേ? തുടയ്ക്കാൻ വെള്ളം എടുക്കാൻ, പിന്നെ ബാത്റൂമും കഴുകണം. ഇന്ന് വേണ്ട ചേച്ചി. അതെ, ഇന്ന് ഞങ്ങളുടെ തുണി കഴുകാനിട്ട് എല്ലാം അവിടെ കിടക്കുക. ചേച്ചി വേണേ അപ്പുറത്തെ ബാത്റൂമിൽ പോയി വെള്ളം എടുത്തോ. വാഷിംഗ് മെഷീനകത്ത് മാത്രം തുണി കഴുകുന്ന നിങ്ങളോ? ചേച്ചി, ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല ചേച്ചി. കുറച്ച് സമയം ഉണ്ടായോണ്ട് കളറ് പോകുന്ന തുണികൾ കഴുകാനിട്ടിരിക്കുക. അത് ഞാൻ തന്നെ കഴുകിക്കോളാം. അത് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാൻ പറ്റില്ലല്ലോ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അവർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടടാ. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കാതെ, നമുക്ക് നോക്കാം. എല്ലാം ശരിയാവൂടാ. ശരി, ഞാൻ പോവാ. ആ ശരി ചേച്ചി. അതെ, ആ, എന്താ എന്നെ പറഞ്ഞു വിടാൻ വല്ലാത്ത തിടുക്കമുണ്ടല്ലോ. എന്തോ കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്നും ചെന്ന് മറ്റു ഫ്ലാറ്റുകളിൽ പോയി പറഞ്ഞേക്കല്ലോ. ഞാനൊന്നും പറയുന്നില്ലേ. ഡോർ ലോക്ക് ചെയ്യ്. അവര് പോയായിരുന്നോ? പോയി. ഈ സമയത്ത് ആരാ? അവൾമാര് വരേണ്ട സമയമായില്ലല്ലോ. നീ ഇവിടെ കഥ കടച്ചിരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇന്ന് മോള് പോയില്ലേ? എന്റെ പേര് കീർത്തനാണ്. അതെനിക്കറിയാലോ. സൈഡ് പ്ലീസ്. എന്തിനാ വന്നേ? ഇവിടെ പെണ്ണുങ്ങൾ മാത്രമുള്ളൂന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ അകത്ത് കയറിയേ? പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോണ്ടല്ലേ ചേട്ടൻ വന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ചേട്ടനല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കണല്ലോ. ഫോളോ മീ. ഇതെങ്ങോട്ടേ കയറി പോന്നേ? വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലോ അല്ലേ? വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ മോളെ മോശം മോശം. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു വെച്ചല്ലേ? ചേട്ടൻ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫ്ലാറ്റ് മാറും കേട്ടോ. അങ്ങനെ പറയല്ലേ മോളെ.
പിന്നെ അല്ലാതെ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാ നാട്ടുകാർ എന്നാ വിചാരിക്കും? ഞാൻ ഈ ഫ്ലാറ്റിന്റെ ഓണറാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാ ശരി, ചേട്ടന്റെ ഭാര്യയോട് പറഞ്ഞേക്കാം ചേച്ചി ഇനി നോക്കാൻ വന്നാ മതി. അയ്യോ കീർത്തനെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. അവളോടൊന്നും പറഞ്ഞേക്കല്ലേ ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന്. എന്നാ ചേട്ടൻ പോകാൻ നോക്ക്. എന്നാ ശരി, പോയിട്ട് വരാം ഞാൻ. വരണ്ട, റെന്റ് ഗൂഗിൾ പേ ചെയ്തോളാം. ശരി, ഫ്ലാറ്റ് വല്ല ആണുങ്ങൾക്കും കൊടുത്താൽ മതി. എടി വന്ദനെ, വാതില് തുറക്ക്, ഇത് ഞാനാ. പോയോ? പോയി. ആ മഹേഷ് ചേട്ടനാണോ? ഓ അതെ, അവൻ ആ സ്ഥിരം പഞ്ചാരയായിട്ട് വന്നോ. ഞാൻ ഭാര്യയെ വിളിക്കുന്ന പറഞ്ഞപ്പോ അവൻ സ്ഥലം വിട്ടു. അറിയില്ല, വാ നമുക്ക് നോക്കാം. നീ വാതിലടച്ച. ആരാ? പോലീസ്. നിങ്ങൾ ഓൺലൈൻ ഫുഡ് വാങ്ങിയിരുന്നു? ആ വാങ്ങി. നിങ്ങളാണോ മേടിച്ച്? അല്ല സർ, ഞാനാ വാങ്ങിയ. ആ ഫുഡ് കൊണ്ടുവന്ന പയ്യൻ മിസ്സിംഗ് ആണ്. ലാസ്റ്റ് ഡെലിവറി ഈ അഡ്രസ്സിലായിരുന്നു. ചോദിച്ചു കേട്ടില്ലേ? ഫുഡ് കൊണ്ടുവന്നിട്ട് അയാൾ പോയി സർ. ആ സമയം നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഇവള് പറഞ്ഞു സാർ. ശരി, ഞാൻ CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പോലീസല്ലേ? വാ നമുക്ക് ഗ്രൂപ്പിലിടാം. എനിക്ക് പേടിയാവുന്നടാ. ഞാൻ കാരണം നിങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞോളാം. ഞാനാ ചെയ്തതെന്നല്ല. നീ എന്തായി പറയുന്നേ? അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പൊ സാറേ നിതുവും വരും. അവരോട് എങ്ങനെ പറയും നമ്മള്? നീതുവിനാണെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിൽ. നമുക്ക് നോക്കാം, നീ കരയാതെ. നീ നേരത്തെ പോയപ്പോ എന്താടി പറയാതെ പോയേ? നീയൊക്കെ എന്താ ഒന്നും മിണ്ടാതെ വടി വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ? എനിക്ക് മനസ്സിലായി, ഇവളുമാരെന്തായാലും നമ്മളോട് പറയാതെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവും. ശരിയാ, ചുമ്മാതല്ല. നീ എന്താ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ ഇരിക്കണേ? നിന്റെ ഹെഡേക്ക് ഇതുവരെ മാറിയില്ലേ? ഇവക്കിത് എന്ത് പറ്റിയതാ? നീ കരഞ്ഞോ? വാട്ട് ഹാപ്പൻഡാ? ആർ യു ഓക്കേ? എടി, ഇന്ന് ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി. ആ മാനേജർ ഭയങ്കര സീനായിരുന്നു. ഇതാരേ കിടക്കുന്നേ? ഇതെന്താ പറ്റിയേ? മാഡം, എന്താ എന്തെങ്കിലും ഒരു ടിപ്പ് തരാമോ? ടിപ്പോ? ഓർഡർ ചെയ്തപ്പോ പറഞ്ഞ പൈസയും ടാക്സും അടച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാനെന്തിന് ടിപ്പ് തരണം? വേണ്ട, നിങ്ങൾ ഒന്നും തരണ്ട. മനസാക്ഷിയില്ലാത്ത എന്താ സാധനം. എന്താ പറഞ്ഞ? ഒന്നുമില്ല. എനിക്കൊന്നും വേണ്ട, തന്നെ ഫുഡ് കൊണ്ടുപോ. അയ്യോ. മോളെ നീ വാ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പിള്ളേരെ, ഈ കഥവും തുറന്ന് എനിക്കിന്ന് ജോലി ചെയ്യണം. ചേച്ചി, ആ, ഇന്ന് മോള് പോയില്ലേ? എന്റെ പേര് കീർത്തനാണ്. അതെനിക്കറിയാലോ. സൈഡ് പ്ലീസ്. എന്നാ ശരി, ചേട്ടന്റെ ഭാര്യയോട് പറഞ്ഞേക്കാം ചേച്ചി ഇനി നോക്കാൻ വന്നാ മതി. അയ്യോ കീർത്തനെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. എന്നാ ചേട്ടൻ പോകാൻ നോക്ക്. ആരാ? പോലീസ്. എന്തൊക്കെ ഈ പറയണേ? എനിക്ക് പേടിയാവുക. ഞാൻ വീട്ടിൽ പോവാം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ തന്നെ കാണും. ഇനി നിങ്ങളെല്ലാവരും പൊക്കോ. ഞാൻ കാരണം നിങ്ങളുടെ ലൈഫും. ഇല്ലടാ, നിന്നെ ഈ സിറ്റുവേഷൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല. സോറിടാ, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ പേടിച്ചു പോയതാ. ഇനി നമുക്ക് നോക്കാം. ഇതാരാ ഈ സമയത്ത്? ഇനി പോലീസ് ആയിരിക്കുമോ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കർത്താവേ രക്ഷിക്കണേ. എന്താ എന്തു പറ്റി? എന്താ കൊച്ചേ വാതിലടച്ചിട്ടിരിക്കുന്നേ? മറിക്ക്. എന്താ എന്താ ഇവിടെ? എന്തുവാടി? ഇതെന്താ അടച്ചിട്ടിരിക്കുന്നേ?
നീ എന്താ ഈ സീഡി പണി എന്നേ? വീട്ടിൽ കയറി വന്ന് ഈ കാണിക്കുന്നത് മാനേഴ്സാണോ? ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നേ? അവര് കിടന്നുറങ്ങുക, അതുകൊണ്ടാ. മനസ്സിലായി. നിങ്ങൾ പോവാൻ നോക്ക്, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ഷീല ജോലിക്ക് വന്നപ്പോൾ പറയണ്ടായിരുന്നോ നിങ്ങൾ വളരെ ടെൻഷനിലായിരുന്നെന്ന്? നെയ്ബേഴ്സ് അല്ലേ, അത് തിരക്കി നോക്കാമെന്ന് കരുതി അല്ലേ ജാൻസി? അതെ, ആർക്കെങ്കിലും അസുഖം വല്ലതും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വല്ല ഹെൽപ്പും വേണമെങ്കിൽ. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? വന്നേ ഉള്ളൂ ഓഫീസിൽ നിന്ന്. നമുക്ക് പിന്നെ കാണാം. നിങ്ങൾ ചെല്ല്. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. വാ ജാൻസി. ആ, അതാ നല്ലത്. ഇവളുമാരെന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. നമുക്കത് കണ്ടുപിടിച്ച് പൊളിക്കണം. നമുക്ക് കണ്ടുപിടിക്കാൻ നീ വാ. അവര് പോയി. വാ വാ. അവൾമാര് പോയോ? ആ രണ്ടെണ്ണത്തിന് എന്തോ ഡൗട്ടുണ്ട്. ആ ജോലിക്കാരി എന്തോ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതെ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ രാത്രി മാത്രമേ നമുക്ക് കിട്ടൂ. ശരിയാ, പക്ഷെ എങ്ങനെ? താഴെ സെക്യൂരിറ്റി ഉണ്ട്, CCTV ഉണ്ട്. ഞാൻ കാരണം നിങ്ങളും. ഇപ്പൊ ഇതൊന്നും പറയാൻ നേരെയില്ല. ഇയാൾ ഇങ്ങനെ നമുക്ക് താഴെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് മുകളിൽ കൊണ്ടുപോയി താഴെ ഇട്ടാലോ? വീണ് മരിച്ചാന്ന് കരുതിക്കോളൂ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മരിച്ച സമയം കാണില്ലേ? നമുക്കിത് കത്തിച്ചു കളഞ്ഞാലോ? അത് നടക്കൂല. മുറിച്ചൊരു ബാഗിലാക്കി കൊണ്ടുപോണ്ടി വരും. ഓ ദൈവമേ, എന്റെ തെറ്റാ, എന്റെ ദേഷ്യം. എടി കരയാതെ. ഒരു മണിയാവട്ടെ. എന്തിന്? ആ ബോഡി റെഡിയാക്കണ്ടേ? 2 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. അതാ നല്ലത്. അതാവുമ്പോ എല്ലാരും നല്ല ഉറക്കത്തിലായിരിക്കും. അല്ലേ നീതു? ആ, നീ നേരത്തെ പോയി നമ്മുടെ കാറിലിരിക്കണം. താഴെ ആരെങ്കിലും ഉണ്ടോ നോക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ. നീ എന്തിനാ ഈ പേടിക്കുന്നേ? നീ ഒന്ന് പോയിന്റെ ദീതു. എന്റെ തല കറങ്ങുന്ന പോലെ. വന്ദനേ, എടാ എന്നാ പറ്റി? നീ ഇത് കുടിക്കേ. നീ കുറച്ചു നേരം കണ്ണടച്ച് കിടക്ക്. കിടക്കാൻ പറ്റുന്നില്ല. അയാളുടെ മുഖം മാത്രമാ മുമ്പില്. അതൊന്നും നീ ഓർക്കണ്ട. കണ്ണടച്ചു കിടന്നു. വാ കിടക്ക. നീതു, സാറേ, വന്ദിന് സമയം പോയി. എണീക്ക്. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? അതൊക്കെ ഞാൻ നോക്കണം. സാർ എന്നോട് വായോ. ആ, എന്താ എന്താ പറ്റിയേ? ആ ബോഡി ഇവിടെ കാണുന്നില്ല. അയ്യോ, അയാൾ എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മള് ഹോളിൽ പോയപ്പോ അതവിടെ ഉണ്ടായിരുന്നല്ലോ. പുറത്ത് വാതിൽ അടഞ്ഞു കിടക്കുമായിരുന്നല്ലോ. പിന്നെങ്ങനെ? ഇനി നമുക്ക് പേടിക്കണ്ടല്ലോ, അതിവിടെ ഇല്ലല്ലോ. എടി പോടി. ഇനിയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. അത് നമ്മളറിയാതെ ആര് കൊണ്ടുപോയി? കീ വേറെ ഉള്ളത് ഷീലയുടെ കയ്യിലും ഓണറിന്റെ കയ്യിലും മാത്രല്ലേ? ആ ബോഡി നമ്മൾ നശിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ പോലീസിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇനി ലൈഫ് മുഴുവൻ നമ്മൾ പേടിക്കണം. ആ ബോഡി കൊണ്ടുവരാൻ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? നാളെ നമ്മളെ അതിന്റെ പേരിൽ ഇനി ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ? അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കാഴ്ചയിൽ 25 വയസ്സ് മാത്രം തോന്നിക്കുന്ന യുവാവിൻ്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. അതിപ്പോ ആരുടെ? ഇങ്ങനെ ഒരു ക്ലൈമാക്സ് അവള് മറ്റു സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ആ, എന്നാലും നീ എന്നെ ഒരു പോലീസുകാരനാക്കിയല്ലോടാ. ചേച്ചി, പേടിച്ചു പോയല്ലോ അച്ഛേ. ചേച്ചി ഇത് എവിടോട്ടാ? ഇത് എന്ത് ചോദ്യം അച്ഛേ? തുടയ്ക്കാൻ വെള്ളം എടുക്കാൻ, പിന്നെ ബാത്റൂമും കഴുകണം. അയ്യോ,
ഇന്ന് വേണ്ട ചേച്ചി. ഏ? അതെ, ഇന്ന് ഞങ്ങളുടെ തുണി കഴുകാനിട്ട് എല്ലാം അവിടെ കിടക്കുക. ചേച്ചി വേണേ അപ്പുറത്തെ ബാത്റൂമിൽ പോയി വെള്ളം എടുത്തോ. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല ചേച്ചി. കുറച്ച് സമയം ഉണ്ടായോണ്ട് കളറ് പോകുന്ന തുണികൾ കഴുകാനിട്ടിരിക്കുക. അത് ഞാൻ തന്നെ കഴുകി. ഇവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കണം. ആ ജോണിങ്ങി വിളിക്കാം. ഞാൻ ഈ ഇടുന്ന ലൊക്കേഷനിലേക്ക് നീ പോലീസുകാരനായി വരണം, എത്രയും പെട്ടെന്ന്. എന്നോടാ കളി. ഇനി നിങ്ങളെല്ലാരും പൊക്കോ. ഞാൻ കാരണം നിങ്ങളുടെ ലൈഫും. ഇല്ലടാ, നിന്നെ ഈ സിറ്റുവേഷൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല. നമുക്കിത് കത്തിച്ചു കളഞ്ഞാലോ? അത് നടക്കൂല. മുറിച്ചൊരു ബാഗിലാക്കി കൊണ്ടുപോകേണ്ടി വരും. ഓ ദൈവമേ. ഇനി ഇവര് എന്നെ എന്തായാലും ചെയ്യൂ. ഇവിടെ ആരും ഇല്ലേ? ഇന്നത്തെ പെമ്പിളാര് മിക്കവർക്കും കുറച്ച് അഹങ്കാരമുണ്ട്, മറ്റുള്ളവരുടെ പുച്ഛം. അതിന് ഇതിലും നല്ലൊരു പണി കൊടുക്കാനില്ല. എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി. എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവര് മനുഷ്യരാന്ന് കൂടി ഒന്ന് ചിന്തിക്കണം. കുറച്ച് നാൾ ടെൻഷൻ അടിക്കട്ടെ എല്ലാം. എടി ഇങ്ങോട്ട് വന്നേ. എന്തു പറ്റി? നിങ്ങൾ ഈ ന്യൂസ് കണ്ടോ? ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജ്ഞാതനായ യുവാവിന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. ഇതാ നമ്മൾ പോകുന്ന മാർക്കറ്റിനടുത്തല്ലേ? അതെ. അപ്പോ നമ്മൾ പെടും.